അയ്യോ, അതെല്ലൊരു കാരണ ക്ലബും പരിപാടിയും അല്ലേ. ഇപ്പൊ 5-8 കൊല്ലായില്ലേ. ഇവിടെ ദുബായിലല്ലേ, ഇപ്പൊ ഷാർജയില് വേറെ നല്ല കമ്പനിയില്, മോശമല്ല, നല്ല ശമ്പളം ഉണ്ട്. ഇപ്പം വന്നിട്ട് 3 ദിവസമായിടാ. ഉണ്ടാക്കിടാ, വന്നിട്ട് കാണാം. വൈകുന്നേരം ക്ലബിലേക്ക് വന്നോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ വാർഷികല അടിപൊളിയാക്കടാ. ഈ വർഷം ഞാൻ 2 മാസമുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെടാ വിളിക്കാം. കൺഗ്രാജുലേഷൻ ഉണ്ടാ, ജോലി കിട്ടിയില്ലേ. പിന്നെന്താ വേണ്ടത്? നമുക്കതൊന്നും പറ്റില്ലടാ. ഇത് ഗവൺമെന്റ് ജോലിയാ? എടാ, നല്ല തറവാട്ടുകാർക്ക് പറ്റിയ പണിയല്ലത്. ഈ കണ്ണി കണ്ടവന്മാർക്കൊക്കെ ചായം പരിപ്പോടെ കൊണ്ടു കൊടുക്കണ പണിയല്ലേ. എന്റെ ശീതള PSC ആണ്, ടെസ്റ്റാണ്, പെൻഷനാണ്. 50 ദിവസം കഴിഞ്ഞാല് പിന്നെന്താ വേണ്ടേ? എന്റെ ശീതള, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കളഞ്ഞക്കല്ലേ, പരീക്ഷ ഇത് പിടിച്ചതാണ്. നിനക്കറിയാലോ, നമ്മുടെയൊക്കെ തറവാട് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാമിലിയിലൊന്നും ഇങ്ങനെയുള്ള ജോലികൾക്കൊന്നും ആരും പോയിട്ടില്ല. പൊന്നമ്പുറത്തെ ഫാമിലിക്ക് അങ്ങനത്തെ പണികൾക്ക് നമ്മളൊക്കെ അത് പോവാന്ന് പറഞ്ഞാലേ തറവാട്ടിലുള്ളവരെന്നെ കളിയാക്കും നമ്മളെ. എടാ, നിന്നെ പോലെ ലാസ്റ്റ് കേട്ട് നമ്മൾ ആർക്കും കിട്ടിയല്ലോ. അവന് കറക്റ്റാടാ, അവന് ഇങ്ങനെയുള്ള ജോലിയൊക്കെ കറക്റ്റ് അല്ലേ. എടാ, അവന്റെ പോലൊക്കെ നമുക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റും. കണ്ടവർക്ക് ചായയും പരിപ്പോടും മേടിച്ചു കൊടുക്കണ പണി. എന്താണ് ഈ പറയുന്നത്? ഞാൻ 3 ദിവസമായിടാ. ശരി, സന്തോഷായിടാ, അഭിനന്ദനങ്ങൾ. പൊതുമരാമത്ത് വകുപ്പിലാണ്. പിന്നെന്താ, ലാസ്റ്റ് ഗേഡ് നിയമനമാണ്. ഈ കാസർഗോഡാണ് ഫസ്റ്റ് പോസ്റ്റിംഗ്. ഫസ്റ്റ് കാസർഗോഡാ? അടിപൊളിയാടാ. ശീതളിനെ കിട്ടിയ നീ എന്താ വേണ്ടെന്ന് അല്ല, നമുക്ക് അതിൽ കയറിയിട്ട് എങ്ങാണെങ്കിലും മാറല്ല ടെസ്റ്റ് എഴുതി. നമുക്ക് വീട്ടുകാർക്കൊന്നും താല്പര്യം ഇങ്ങനെ ഈ ഗ്രേഡ് കുറഞ്ഞൊരു തസ്തികയില്. നീ കഷ്ടപ്പെട്ട് എഴുതിയിട്ടല്ലേ റാങ്ക് ലിസ്റ്റിൽ വന്നത്. അതല്ല, നമ്മുടെ തറവാട്ടിലൊന്നും ആരും അങ്ങനത്തെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ഒരു ജോലി ആരുമില്ല. നമുക്ക് അല്ല, ഒന്നാമത്തെ എനിക്ക് പറ്റില്ല. നമുക്ക് പിന്നെ നിന്റെ പോലല്ലോ കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു ഗ്രേഡിൽ നല്ലത് എഴുതിയെടുക്കണം. നല്ലതാണ്. ഞാനപ്പോ ഇന്ന് കാസർഗോഡിന് പോവുകയാണ്. എടാ, ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് വിട്ടു വരും. ഞാൻ ഇങ്ങോട്ട് പോവാടാ. നീ അങ്ങോട്ട് പോകുന്നല്ലേ പറഞ്ഞേ? ഞാൻ അങ്ങോട്ടാണ് പോണേ ഇങ്ങോട്ടാണ് പോണേന്ന് നീയാണോ തീരുമാനിക്കണം? അല്ല, തർക്കം വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ഞാൻ കൊണ്ടുവിടാ. എന്റെ വക ഫുഡും ഉണ്ട്. ഞാൻ എടുക്കാം. തറവാട്ടം കെട്ടിപ്പിടിച്ച് ഗവൺമെന്റ് പണി കിട്ടുക. വിട്ടോടാ, വിട്ട്. ഇവരൊന്നും പണിയെടുത്ത് തിന്നൂലടാ, വെറുതെ നെക്കറൂട്ട് നടക്കാൻ. നമസ്കാരം. ആരാ? ശീതളന്റെ വീടല്ലേ? ശീതളന്റെ വീടല്ല, എൻ്റെ വീടാ. എൻ്റെ മകനാ ശീതളൻ. ഓ, എന്താ കാര്യം? എൻ്റെ പേര് മൊയ്തു എന്നാണ്. ഓ, എനിക്ക് ശീതളൻ നേരിട്ട് കാണേണ്ട ഒരു കാര്യമായിരുന്നു. നേരിട്ട് കാണണമെങ്കിലൊക്കെ ഇപ്പം നല്ല ബുദ്ധിമുട്ടാ. എന്താ ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയതാണ്. എവിടേക്കാ പോയി, എന്താ ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ല. ഞാൻ കത്തുന്നോളാം അവിടെ. എന്താ കാര്യം? എന്താ അത്? അച്ഛാ, ഈ PSCയുടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാനുണ്ടേ. അതിനിപ്പോൾ ശീതളിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ശീതളിനും റാങ്ക് ലിസ്റ്റിലുണ്ട്. ശീതളിന് ആ ജോലിക്ക് പോകുന്നില്ല എന്നറിയാൻ സാധിച്ചേ. അവനതിന് പോകണമെന്നില്ല. അവനിപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ജോലിയൊക്കെ വളരെ മോശമാണെന്നാ മൂപ്പരുടെ അഭിപ്രായം. ലാസ്റ്റ് ഗ്രേഡ് മോശാത്രേ. പോകണില്ല. ശീതളം പോകുന്നില്ലെങ്കിലേ ആ വിവരം ഒന്ന് PSCയുടെ ഓഫീസിൽ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. കാരണം ശീതളിൻ്റെ റാങ്ക് ലിസ്റ്റിൽ തൊട്ട് താഴെ ഞാനാണേ. അത് ശരി. എന്താ പേര്? എൻ്റെ പേര് മൊയ്തു എന്നാണ്. അങ്കമാലിയാണ് സ്ഥലം. അങ്കമാലി. വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. വാപ്പ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ഞാനൊറ്റ മോനേ ഉള്ളൂ. ജോലി കിട്ടിയാൽ വാപ്പയുടെ ഉമ്മയുടെയും കാര്യം എനിക്ക് നോക്കാൻ പറ്റും. കുറേ കാലമായി നടക്കണേ. ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് തവണ റാങ്ക് ലിസ്റ്റിൽ പേരൊക്കെ വന്നാൽ, പക്ഷേ ഒന്നും നടക്കണില്ല. അത് ശരി. അതിപ്പോൾ എന്താ, ശീതളിനോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിക്കില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അവനെ കൂട്ടിയിട്ട് നേരെ PSCയുടെ ഓഫീസിൽ പോയിട്ട് അവന് ഈ ജോലിക്ക് കയറുന്നില്ല, അവന് ഈ ജോലി വേണ്ട എന്നുള്ളത് അവിടെ എഴുതി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ജോലി നിനക്ക് കിട്ടും അല്ലേ? അങ്ങനല്ലേ ഇപ്പോൾ പറയണേ? അതെ അതെ. അപ്പോൾ അത് ചെയ്യാം. ചെയ്യല്ലോ അല്ലേ? ഉറപ്പായിട്ടും ചെയ്യാം. ഒരാൾക്കെങ്കിലും ഈ സർക്കാർ ജോലി കിട്ടിയിട്ട് ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. സന്തോഷം അല്ലേ? അപ്പോൾ ഉറപ്പിക്കാം. അച്ഛൻ പറയല്ലോ അല്ലേ? ഓഹോ, പിന്നെന്താ, ഉറപ്പായിട്ടും. ചായ വെള്ളം എന്തെങ്കിലും പറയാൻ ഒന്നും വേണ്ട അല്ലേ? ഒരു ചായ കുടിച്ചിട്ട് പോകണ്ട. കുഴപ്പമില്ല. സന്തോഷം ആണോ? ഓ, ആയിക്കോട്ടെ. അപ്പോൾ ഇത് പറയാം കേട്ടോ.
അങ്ങനെയാണ് ജോലി വേണമെന്നുള്ള ആളുകൾ. ഇത് വെറുതെ നാക്കാൻ കൊടുത്തത് ആലോചിക്കാൻ തന്നെ വയ്യ എൻ്റെ ദൈവമേ. അതുകൊണ്ട് സുഗതൻ വന്നിട്ട് എന്താണ് ചെക്കന് ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ സമാധാനം പറഞ്ഞോ, എൻ്റെ മുഖത്തേക്ക് നോക്കരുത്. അതെന്താന്ന് വെച്ചാൽ എന്താ ജോലി, എന്ത് ജോലി പറയും, എന്ത് പറയും ഞാൻ? ഇത് വേണ്ട വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞാണ് അവിടുന്ന് എന്നോട്. നീ 9 മണിക്ക് വരാന്ന് പറഞ്ഞതല്ലേ, അതല്ലേ ഞാനിവിടെ വെയിറ്റ് ചെയ്യണേ. ആർക്കും ഫംഗ്ഷന് പോകേണ്ടതാണ്. നീ വന്ന് കണ്ടിട്ട് അതൊക്കെ കണ്ടാലല്ലേ ഒരു റേറ്റ് പറയാൻ പറ്റൂ. അത് പറഞ്ഞിട്ട് വേണം നിനക്ക് ഈ പണി തരണോ വേണ്ടേ തീരുമാനിക്കാൻ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് വേണം എനിക്ക് പോവാനേ. അതെ, നീ ഫോൺ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല. അവിടെ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. നീ നേരിട്ട് വാ, വെക്ക്, ഫോൺ വെക്ക്. എന്താ സത്യശീല, കുറെ കാലയിലോ കണ്ടിട്ട്. അതെ 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 അതെ. അല്ല, എന്താ രണ്ടാളും കൂടി? ഒന്നുമില്ല. അല്ല, ഞങ്ങൾ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയേ ഉള്ളൂ. ഓ, സന്തോഷം. അല്ല, ലതയും മോളും ഇവിടെ? ലെതർ ചേച്ചിയുടെ മോന്റെ കല്യാണം. അപ്പൊ മോള് ലതയും കൂടി അങ്ങോട്ട് പോയിരിക്കാം. ശരി. സത്യം പറഞ്ഞാൽ ഞാനും അവരുടെ കൂടെ പോണ്ടതാ. അപ്പൊ നമ്മുടെ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ടേ ഒരു കോൺട്രാക്ടറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതൊക്കെ വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് കരാർ ഉറപ്പിക്കാച്ചിട്ടാണ്. അത് വന്നു കഴിഞ്ഞാൽ ഞാനും പോവും. വീടിന് അത്ര പഴക്കൊന്നും ആയിട്ടില്ലല്ലോ. പുതിയ വീടല്ലേ, പക്ഷെ ഒരു വിശേഷം വരുമ്പോ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് കുട്ടപ്പനാക്കുമല്ലോ. എന്താ വിശേഷം? ചെറിയൊരു വിശേഷം ഉണ്ട്. അതിന്റെ കാര്യത്തിന് വേണ്ടിട്ടേ ഞാൻ സത്യശീലിന് വീട്ടിലൊന്ന് വന്ന് കാണാതിരിക്കായിരുന്നു. അതിനെന്താ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നൂല്ലോ. അത് എന്താ അറിയോ, നിങ്ങളുടെ വീടിന്റെ അടുത്തേ ഈ സർക്കാർ ജോലിയുള്ള ഒരു പ്യാരിജാതല്ലേ, അറിയോ? ഓ, പിന്നെന്താ, പ്യാരിജാതൻ അറിയും. അറിയല്ലോ അല്ലേ? ഓ, ആളെങ്ങനെയാ? ആള് കുഴപ്പമില്ല, നല്ല സ്വഭാവമാണ്. പിന്നെ ഇപ്പൊ സർക്കാർ ജോലിക്കൊക്കെ കിട്ടിയല്ലോ. സർക്കാർ ജോലി ഉണ്ട്, നല്ല സ്വഭാവമാണ്. പിന്നെ ഈ ചെറുപ്പക്കാരുടെ മാതിരി പിന്നെ മദ്യപാനം, പുകവലി അതൊന്നുമില്ല. ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയാ. ഭാഗ്യം. നന്നായി. എന്താണാവോ? അല്ല, മോൾക്ക് വേണ്ടിട്ടേ പ്യാരിജാതന്റെ ഒരു ആലോചന വന്നിട്ടുണ്ടേ. അല്ല, അതിപ്പം ഈ തെച്ചിക്കോട്ട് കുടുംബത്തിലേക്ക് ഒരു ആലോചനയായിട്ട് വരാൻ ആ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാ ഞാൻ ആലോചിക്കണേ. ചേർന്ന കുടുംബത്തിലേക്കല്ലേ ഈ ആലോചനയൊക്കെ ആയിട്ട് വരേണ്ടത്, അല്ലേ സത്യേട്ടാ? മണ്ടോതിരം എന്താ ഈ പറയണത്? തറവാട്ടുമകത്തൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന അന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ആരും പ്രതീക്ഷിക്കണ എന്താ? ഒരു സർക്കാർ ജോലിയാ. അതെ. അവനൊരു സർക്കാർ ജോലി ഉണ്ട്. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, കാണാൻ സുന്ദരനാണ്, ദുർശീലങ്ങളൊന്നും ഇല്ലാന്ന്. ഇല്ല. മോളും BSc റാങ്ക് ലിസ്റ്റിലുണ്ട്. അവൾക്കും അടുത്ത് സർക്കാർ ജോലി കിട്ടും. രണ്ടാള് സർക്കാർ ജോലിയായിട്ട് അങ്ങോട്ട് ജീവിച്ചു പോട്ടേന്നേ. അല്ല, അപ്പം മോള് സമ്മതിച്ചോ? പിന്നെ സർക്കാർ ജോലിക്കാരന് കിട്ടിയ ആരാ വേണ്ടത് വെക്കുക? അല്ല, നമ്മുടെ ശീതളപ്പ് എന്തായിരുന്നു? എന്നോടല്ല ചോദ്യം, എന്നോടാ. പറഞ്ഞോ. മറിമായം